ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത ഷഹീദാ ഇലാ ആഖിരിൽ ഹദീസ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക ഫലാ അൽവി അലാ അഹദി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഇരുവീട്ടിലൈശ്വര്യവും തന്നു എനിക്ക് നബി, അവിടുത്തനുഗ്രഹമേപ്പോൾ ഞാൻ കൊതിക്കുകയിലും. എന്ത് വിപത്തുകളിൽ ഞാൻ പെട്ടുപോകുകിലും കിട്ടിയെനിക്കഭയം നബിയോടു തേടിടുകിൽ. അലമുമ്മത്ത് സയ്യിദിന വ മൗലാന മുഹമ്മദ്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വഹ്ദി ഖൽബി ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദ് മസ്ഊദ് തങ്ങൾ അടക്കമുള്ള സാദാത്യങ്ങൾ, സി ഫൈസി ഉസ്താദ്, ബഷീർ മദനി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, ദർഗാ കമ്മിറ്റി ഭാരവാഹികളും അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഹനീഫ് ഹാജി, ജനറൽ സെക്രട്ടറി ഷിഹാബ് സഖാഫി ഉസ്താദ് അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ, സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലമായി സംസാരിക്കാനുള്ള സമയം ഇല്ല. മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദിൻ ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ്റെ ഉറൂസ് മുബാറക്കിൽ സംബന്ധിക്കുന്നത് തബറുക്കിനു വേണ്ടി എന്ന നിലയ്ക്കാണ് ഈ വിനീതനായ ഞാൻ ഇവിടെ എത്തിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം എന്ന നിലയ്ക്ക് മദീനയിൽ നിന്ന് കടലിൽ മുസല്ല വിരിച്ച് മംഗലാപുരത്തെത്തി അവിടെ നിന്ന് ഉള്ളാൾ അതിൻ്റെ ഹൃദയഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദിൻ ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ധാരാളം അനുഭവങ്ങളും മഹാനുഭാവൻ്റെ മദതും നുസ്രത്തും ലഭിച്ചവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും പറഞ്ഞത്, ഖുൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നിങ്ങളോട് ഞാൻ പരിശുദ്ധമായ ദീനീ ദഅവത്തിന്റെ മേൽ ഒന്നും തന്നെ ചോദിക്കുന്നില്ല, ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കുടുംബത്തിൽ ആ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ചോദിക്കുന്നില്ല.
ആ അഹ്ലുബൈത്തിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അങ്ങ് മദീനയിൽ നിന്ന് വന്നവരാണ്. അങ്ങ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബത്തോടുള്ള മഹബ്ബത്ത് വെച്ചുകൊണ്ട്, അതേ മാത്രമല്ല നമുക്ക് ഈ ഉറൂസ് മുബാറക്കുകൾക്ക് നേതൃത്വം നൽകിയ മഹാനായ ശൈഖുന വ മുർഷിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ സയ്യിദ് ഖുറത്തുസ് സാദാത്ത് തുടങ്ങിയ സാദാത്യങ്ങളോടുള്ള മഹബ്ബത്തും അവരോടുള്ള അതിരറ്റ സ്നേഹം കാരണമായിട്ടാണ് ഒരു 10 മിനിറ്റ് ഇവിടെ വന്ന് തബറുക്കിന് വേണ്ടി സംസാരിച്ചിട്ട് പോകണമെന്ന് കരുതി അൽഹംദുലില്ലാഹ് ഇന്നലെ ഇറങ്ങിയത്. അള്ളാഹു അവരോടുള്ള മഹബ്ബത്ത് കാരണം നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അഹ്ലുബൈത്തിനെ സ്നേഹിക്കണം. അതേ മദനിത്തങ്ങളെ സ്നേഹിച്ചാൽ അവിടുന്ന് നമുക്ക് തിരിച്ച് സ്നേഹം നൽകും എന്നത് എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. 15 വർഷക്കാലം മഹാനായ താജുൽ ഉലമയോടൊപ്പം, മഹാനായ ആഷിഖുർ റസൂൽ താഴക്കോട് ഉസ്താദിനോടൊപ്പം, അഹ്മദ് ബാബ ഉസ്താദിനോടൊപ്പം, ബൈത്താർ ഉസ്താദിനോടൊപ്പം, സയ്യിദ് അലി തങ്ങൾ ഉസ്താദിനോടൊപ്പം ഇവിടെ ഒരു ഖാദിമായി ഖിദ്മത്ത് ചെയ്ത കാലഘട്ടത്തിൽ നമ്മൾ ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അഹ്ലുബൈത്തുകളെ സ്നേഹിക്കുക എന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പറഞ്ഞത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ മേൽ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല നിങ്ങളോട് എന്ന് നബിയെ പറയണം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കിവിടെ നൽകിയ ആ അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുക എന്നത് അതുമാത്രമാണ് ചോദിക്കുന്നത് എന്ന് പറയണമെന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ഓതിവെച്ച ഹദീസിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ മുഅ്മിനീങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നതിന്റെ മേൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, അതേ സയ്യിദ് മുഹമ്മദ് ശരീഫുൽ മദനി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടാൽ, അതേ താജുൽ ഉലമയെ സ്നേഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടാൽ, അതേ മഹാനായ ഖുറത്തുസ് സാദാത്ത് തങ്ങളടക്കമുള്ള ആയിരക്കണക്കിന് വരുന്ന സാദാത്യങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഒരു സുന്നിയായിക്കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിലായി അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് മരിച്ചാൽ മാത്ത ഷഹീദൻ, ആ മനുഷ്യൻ ഷഹീദായി മരണപ്പെടാൻ കാരണമാകുമെന്ന് ഞാനല്ല പറഞ്ഞത്, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അലാ അറിയണേ, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മഗ്ഫൂറൻ ലഹു, അതേ അറിയണം, വല്ല ഒരാളും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നതിന്റെ മേൽ മരണപ്പെട്ടാൽ അവന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടവനായ നിലയിലാണ് അവൻ മരണപ്പെടുന്നത്. അലാ അറിയണം, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത തൈബാ. എന്താണ് അറിയേണ്ടതെന്നറിയേ? നിങ്ങൾക്കറിയില്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നതിന്റെ മേൽ വല്ല ഒരാളും മരണപ്പെട്ടാൽ അദ്ദേഹം തൗബ ചെയ്തവനായി മരണപ്പെടും. അലാ അറിയണം, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മുഅ്മിനൻ മുസ്തഖ്മിലൽ ഈമാൻ. അതേ മുഅ്മിനായി മരണപ്പെടണോ, ഈമാൻ പൂർണ്ണമായ നിലയ്ക്ക് മരണപ്പെടണോ, നിങ്ങൾ അഹ്ലുബൈത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം. അലാ അറിയണം, വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ബശ്ശറഹു മലക്കുൽ മൗതി ബിൽ ജന്ന. അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നവനായ നിലയിൽ നിങ്ങൾ മരണപ്പെട്ടാൽ മരണസമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആ മുഅ്മിനായ മനുഷ്യനോട് സ്വർഗം കൊണ്ടിട്ടതാ മരണസമയത്ത് അതാ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം മാത്രമല്ല,
ثم منكر ونكير عليهم الصلاة والسلام. ഈ രണ്ട് മലക്കുകളും വന്നിട്ട് പറയും, നിങ്ങൾ തങ്ങന്മാരെ സ്നേഹിച്ചവരല്ലേ, മദനി തങ്ങളെ സ്നേഹിച്ചവരല്ലേ, താജുൽ ഉലമയെ സ്നേഹിച്ചവരല്ലേ, ഖുറത്തു സാദാത്തിനെ സ്നേഹിച്ചവരല്ലേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ യുസഫു ഇലൽ ജന്നത്തി കമാ തുസഫുൽ അറൂസു ഇലാ ബൈതി സൗജിഹാ. അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് ആ മനുഷ്യനെ അവനെ നീക്കം ചെയ്യപ്പെടുകയാണ്. ഏതുപോലെ ഒരു പുതുമണവാളനെ അതാ അവന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നത് പോലെ അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ഫുതിഹ ലഹു ഫീ ഖബ്രിഹി ബാബാനി ഇലൽ ജന്ന. അതേ അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ജീവിച്ചാൽ സ്വർഗത്തിലേക്കുള്ള രണ്ട് വാതിലുകൾ തുറന്നു തരും. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ജഅലല്ലാഹു ഖബ്റഹു മസാറൽ മലായികത്തിർ റഹ്ബാ. ഞാനും നിങ്ങളും പോയി കിടക്കേണ്ട ഖബറുണ്ട്. ആ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് നിങ്ങൾ അഹ്ലുബൈത്തിനെ സ്നേഹിച്ചവരാണോ, റഹ്മത്തിന്റെ മലക്ക് നിങ്ങളുടെ ഖബറിലേക്ക് വരുമെന്ന് അതേ ജീവിതത്തിൽ കളവ് പറയാത്ത സ്വാദിഖും മസ്ദൂഖുമായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അലാ വമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത അല സുന്നത്തി വൽ ജമാഅ. അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ടാണോ ഭൗതികമായ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്നത്? എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ മേൽ നിങ്ങൾക്ക് മരണപ്പെടാം. കാരണം സുന്നികളുടെ ആശയവും ആദർശമല്ലേ തങ്ങന്മാരെ സ്നേഹിക്കണം എന്നത്, അഹ്ലുബൈത്തിനെ സ്നേഹിക്കണമെന്നത്. അലാ അറിയണേ, വമൻ മാത അലാ ബുഗ്ളി ആലി മുഹമ്മദിൻ ജാഅ യൗമൽ ഖിയാമത്തി മക്തൂബൻ ബൈന ഐനൈഹി ആയിസും മിൻ റഹ്മത്തില്ലാഹ്. അതേ സമയത്ത് സാദാത്യങ്ങളോട് ദേഷ്യം വെക്കുന്നവനാണ് എങ്കിൽ, കോപം കാണിക്കുന്നവനാണെങ്കിൽ അതാ അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ അതാ എഴുതി വെക്കുന്നു, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവൻ നിരാശനാണ്. അലാ വമൻ മാത അലാ ബുഗ്ളി ആലി മുഹമ്മദിൻ മാത കാഫിറാ. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുബൈത്തിനോട് ദേഷ്യം വെച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ കാഫിറായി ചത്തുപോകേണ്ട ഗതികേട് വരും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. 10 വർഷത്തിൽ ഒരിക്കൽ ഞാൻ ഈ ഉറൂസ് മുബാറക്കിന് സംസാരിച്ചപ്പോൾ ഹജ്ജിന് പോകുന്ന കാര്യം താജുൽ ഉലമ എന്നോട് പറഞ്ഞു. എടോ, ഉള്ളാളത്ത് വന്ന് 9 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഹജ്ജിന് പോയത്. അൽഹംദുലില്ലാ 2015 പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതേപോലെ താജുൽ ഉലമ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. ഞാൻ 9 വർഷം കഴിഞ്ഞാണ് പോയത്. അൽഹംദുലില്ലാ വീണ്ടും ഒരു 9 വർഷം കഴിഞ്ഞ് പോകാൻ ഭാഗ്യം നൽകിയിട്ടുണ്ട്. നിങ്ങളൊക്കെ പൊരുത്തപ്പെടണം, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. 15-ാം തീയതി ബഷീർ മദനി ഉസ്താദും ഞങ്ങളുമൊക്കെ അതാ 16-ാം തീയതി ഫ്ലൈറ്റിലേക്ക് പോകുകയാണ് മക്ക മദീന. അതേ മദനിത്തങ്ങളെ ഒന്ന് കണ്ട് അവിടുത്തെ മുമ്പിലൊന്ന് തബറുക്കിന് വേണ്ടി സംസാരിച്ചിട്ട് പോയാൽ അത് മനസ്സിന് സന്തോഷമാണെന്നറിഞ്ഞുകൊണ്ടാണ് വന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് നീ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് അല്ലാഹു നമ്മുടെ യാത്രകള് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും മർളിയായ സിയാറത്തും ചെയ്യുവാൻ നമുക്കും ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഈ വർഷം പോകുന്നുണ്ട്. മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.